ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇന്ന് ഏട്ടനാണ് കുറച്ച് വിധം പണികളൊക്കെ ഒറ്റയടിക്കണതെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പം അതാണ് കേട്ടോ നിങ്ങളിലൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത്. അപ്പൊ ഞാനും കുറച്ച് പണികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. എല്ലാരും കാണൂ കേട്ടോ, എന്റെ വീഡിയോ കാണണേ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻഡോമെട്രോസിസ് തീരെ വയ്യാന്ന് പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് ഏട്ടനാണ് കേട്ടോ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ പിന്നെ ഹെൽപ്പ് ചെയ്യാണ് ആള്. അതായത് ഒരു ചവറ് കൂടി കിടക്കുന്നിടത്തുനിന്ന് എടുത്തുകൊണ്ട് ഒന്ന് അടിച്ചു കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അതങ്ങോട്ട് റെഡി ആവുമല്ലോ. അപ്പൊ എല്ലാ പണികളും ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പൊ കിച്ചണിൽ എന്തായാലും ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, ഏട്ടൻ ചെയ്താല് ശരിയാവില്ല. അത്യാവശ്യം ഘട്ടങ്ങളിൽ മാത്രമാണ് ആള് ഫുഡ് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. കാരണം അത് എന്താ പറയാ, ആൾക്ക് അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനൊന്നും വലിയ. കഞ്ഞി വെക്കാൻ അറിയാം, ചായ വെക്കാൻ അറിയാം, പിന്നെ എന്താ പറയാ ഇത് പരിപ്പ് കാച്ചാന്നൊക്കെ നമ്മൾ കുത്തി കാച്ചാനൊക്കെ അറിയാം. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാല്, എനിക്ക് പരിപ്പ് എന്നൊക്കെ പറഞ്ഞ പരിപ്പ് എങ്ങനെ കാച്ചാന്ന് വെച്ചാല് നല്ല കല്ല് പോലെ കെടുക്കണം, അങ്ങനെയൊക്കെയാണ് ഞാൻ ഒരുവിധം. എന്താ ചേട്ടാ അങ്ങനെയല്ല, നല്ല പോലെ ഒടച്ച് പായസ പരുവത്തിലൊക്കെ ആക്കും. അങ്ങനെ അതൊക്കെ ആള് അതായത് പയറായാലും എന്തായാലും അപ്പൊ അങ്ങനെയാണ് ആൾക്കൊക്കെ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടാനൊക്കെ എന്തൊക്കെയായാലും എത്ര വയ്യായി ഉണ്ടെങ്കിലും കറികളൊക്കെ ഞാൻ തന്നെ വെക്കും. അപ്പൊ പിന്നെ ആളെ കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആള് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അപ്പോഴൊക്കെ എന്നെ നല്ല പോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ബാക്കി ഉള്ള ദിവസങ്ങളിൽ ഞാൻ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഏട്ടൻ തന്നെയാട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യണത്. കാക്ക കരയണം, അപ്പൊ വേസ്റ്റ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി കാക്ക കരയണ കാരണം നമുക്ക് വേസ്റ്റ് കൊണ്ടു കൊടുക്കണത് കാക്കയ്ക്ക് നല്ലത്. ഏട്ടാ മാങ്ങ പൊട്ടിക്കാൻ ഏത് വെയിലോ എവിടെ നാളികേരം? അയ്യോ, അത് വീണു കത്തി. എന്റെ ഞാൻ മാങ്ങ പൊട്ടിക്കുമ്പോഴേ എന്റെ കയ്യിൽ നിന്ന് കത്തി, അതിന്റെ പിടി മുകളില് ഒരു ഇതുണ്ടല്ലോ, കത്തിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ വീണു പോയി. അതാണ് കാണിക്ക്, അതെല്ലാം ഒടിഞ്ഞു പോയി എന്റെ കയ്യിൽ നിന്ന്. മാങ്ങയാണെങ്കിൽ താഴത്ത് പോയി കിടക്കുന്നുണ്ട്. അപ്പൊ ഏട്ടൻ ഇവിടെ കൊപ്ര കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അഞ്ചിൽ കേടുള്ള കൊപ്രയാണെന്നേ. എല്ലാം എന്താ പറയാ, കൊപ്രയുടെ ഉള്ളിലൊക്കെ കറുത്ത കുത്തുകളൊക്കെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് പറ്റില്ല, പിന്നെ കാറിയമാണുണ്ട്, അപ്പൊ ഇത് ശരിയാവില്ല ചേട്ടാ, നമുക്ക് ഉണക്കാൻ വെക്കാൻ പറഞ്ഞിട്ട് എന്നോട് മുകളിൽ അവിടെ നിവർത്തി അത് ഇടാൻ പറഞ്ഞതാണ്.
അപ്പൊ ഞാനിത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ആള് എന്നോട് പറഞ്ഞു അതൊക്കെ ഒന്ന് നിവർത്തി ഒഴുക്കി അത് അവിടെ കൊണ്ടുപോയി അത് എടുത്തിടാനായിട്ട് എന്നോട് പറഞ്ഞതായിരുന്നു. അപ്പൊ അത് ചെയ്യണം. അപ്പൊ ഞാൻ ഒന്ന് പറയാ ഏട്ടൻ്റെ അടുത്ത്, ഇതെല്ലാം കേടായ കൊപ്രയാണല്ലോ ഏട്ടാന്നൊന്നും. ഇതൊന്നും പറ്റില്ല, ഈ കൊപ്രയൊക്കെ കേടായതാണല്ലോ. മാങ്ങ നിലത്ത് വീണത് എടുക്കാൻ പോ. നിലത്ത് വീണിട്ടുണ്ട്. തെങ്ങിന്റെ ചുവട്ടില് നിറച്ച് ചവറ് കൂട്ടിയിട്ടിരിക്കുകയാണ് ഈ വേനൽക്കാലത്തെ. അപ്പം കാരണം ചവിട്ടുമ്പോ പേടിച്ചാണ് വാങ്ങിയെടുത്തത്. പേടിച്ചിട്ടാണ് എന്തെങ്കിലും ജീവികൾ ഉണ്ടാവുമോന്ന് പേടിച്ചിട്ട്. എന്നിട്ട് വേഗം ചായ ഉണ്ടാക്കാണ് കേട്ടോ. വെള്ളം വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പൊ തിളച്ചപ്പോ ചായല പൊടിയൊക്കെ ഇട്ട് നമുക്ക് ചായയൊക്കെ സെറ്റ് കുടിക്കാം നമുക്ക് കേട്ടോ. ഞാൻ ചായയൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും ഏട്ടൻ അവിടെ തീയിട്ടു ചവറൊക്കെ അടിച്ചു കൂട്ടിയിട്ടേ. അപ്പൊ തന്നെ ചേട്ടൻ എല്ലാം കത്തിച്ചങ്ങ് കളയാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വീണ്ടും നല്ല കാറ്റല്ലായിരുന്നു, 2-3 ദിവസമായിട്ട് ഭയങ്കര കാറ്റല്ലായിരുന്നു. അപ്പൊ ഈ തീയിട്ടപ്പോ അത് ഒരു സുഖമായി. അതൊക്കെ അങ്ങനെ കഴിഞ്ഞപ്പോ ചേട്ടൻ വീണ്ടും നനയ്ക്കാനൊക്കെ ആയിട്ട് ഞാൻ ചായ കുടിക്കാൻ വിളിച്ചിട്ട് അങ്ങോട്ട് എത്തണ്ടേ ആള്. അപ്പൊ ചായയും കൊണ്ട് വന്നത്. അപ്പൊ ആളെ വിളിക്കുമ്പോ ഓരോന്നായിട്ട് ആളിങ്ങനെ നനച്ചു കൊടുക്കുകയാണ്. ഈ ആമ്പല് എങ്ങനെയാ ചീത്തയായി പോയി. എന്നാലും ചേട്ടൻ നനയ്ക്കൂട്ടോ. എല്ലാത്തിനും ഇങ്ങനെ നനച്ചിങ്ങനെ കൊടുക്കും. പോണ സമയം വരെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പാവം. അങ്ങനെ അപ്പൊ ടാറ്റ ബൈ. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ ബൈ.